ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജെയിനിലൊരു പുതിയ വിശേഷങ്ങളായിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ എൻ്റെ എളാമാൻ്റെ ഡെലിവറി വ്ളോഗൊക്കെ മുമ്പിട്ടിരുന്നല്ലോ. അപ്പോൾ എളാമാൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളെ കൂടെ ഇനിയിപ്പോൾ ജെയിനിലുണ്ടാവും കേട്ടോ. ജെയിനിലേക്ക് വരുന്ന വിശേഷവും അതുപോലെ ഞങ്ങൾ റൂം ഷിഫ്റ്റ് ആവുന്നതുമായിട്ടുള്ള കുറച്ച് തിരക്ക് പിടിച്ചൊരു നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോയാലോ. അപ്പോൾ ഞങ്ങളിതാ റൂം നമ്പർ 6 മുമ്പ് നിന്നിട്ടുള്ളത്. അത് സിംഗിൾ റൂമായിരുന്നു. ഇപ്പോൾ ഇനി ചേഞ്ച് ചെയ്യുന്നത് ഇതാ റൂം നമ്പർ 4ലേക്കാണ് കേട്ടോ. ഇത് ഡബിൾ റൂമാണ്. വെള്ളാമയും കൂടി വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ചേഞ്ച് ചെയ്യൽ. രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് നിൽക്കാമെന്ന് വെച്ചിട്ട് വീട്ടിൽ വെക്കുന്ന പോലെ ഒരുമിച്ച് രസമാണല്ലോ, അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഡബിൾ റൂമൊക്കെ മാറ്റുന്നത്. പിന്നാണെങ്കിൽ സിംഗിളൊക്കെ ഫുൾ അയക്കണം കേട്ടോ. ഇനിയിപ്പോൾ എളാമാക്ക് വേറൊരു സിംഗിൾ റൂം ആണെങ്കിലും ഇല്ല, പിന്നെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്ന് വെച്ചിട്ട് ഡബിൾ റൂം എടുത്തതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ഇതാ റൂം ഷിഫ്റ്റ് ആവുന്ന ടൈമിലൊക്കെ ഉമ്മ വീട്ടിലായിരുന്നു. അമ്മ വോട്ടിന് വേണ്ടിയിട്ട് പോയതായിരുന്നു, രാവിലെ പോയതാണ്. അപ്പോൾ ഇന്ന് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞത് അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ, എല്ലാവരും കൂടി ഒന്നിച്ച് വരാമെന്നും പറഞ്ഞ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് റൂം ഷിഫ്റ്റ് ആവണമെന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മാനേജർ വന്നിട്ട്. അങ്ങനെ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാണ്ടോ ഫർണിച്ചറും ഇതൊക്കെ എല്ലാം റെഡിയാക്കി തന്നതും ഒക്കെ. പിന്നെ നമ്മുടെ ഡ്രസ്സും ഇതൊക്കെ റെഡിയാക്കലായിരുന്നു. അപ്പോൾ അനിയത്തി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവളാണ്ടോ അവൾക്കായിരുന്നു ഫുള്ള് പണി ഉണ്ടായിട്ടുള്ളത്. എല്ലാ കബോർഡിൽ ഡ്രസ്സും ഇതൊക്കെ വെക്കലും എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കലൊക്കെ ആയിട്ട് അവളതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കുറേ ആൾ റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊട്ടിൽ കെട്ടാനുള്ള കമ്പിയൊക്കെ ജനലിൽ ഫിറ്റാക്കി തന്ന്. ഇതിപ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറാണെന്നുണ്ടെങ്കിലും ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അവിടുത്തെ ഫുൾ സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് അതേപോലെ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് പണി തന്നെയാണ്. പിന്നെ അവരും ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ അനിയത്തിയും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓളും കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഇട്ട് തന്നിട്ടാണെങ്കിലും. പിന്നെ ഇവരിതാ ഫർണിച്ചറും ഒക്കെ ഒരു റൂമിലെല്ലാം ഉണ്ടായിരുന്നു, മറ്റേ റൂമിൽ ഫർണിച്ചറൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുന്ന് സെറ്റാക്കലായിരുന്നു. അങ്ങനെ ഒരു വിധത എല്ലാതും ഇപ്പോൾ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ ഈ റൂമിലാണ്ടോ ഇനിയിപ്പോൾ എളാമ വന്നാൽ കിടക്കാനായിട്ടുള്ള റൂം. പിന്നെ ഈ ഒരു റൂം മറ്റേ റൂമിൻ്റെ അതേ സെയിം ആണ് കേട്ടോ. കാണുമ്പോൾ റൂമിൻ്റെ സൈസ് ആണെങ്കിലും അതുപോലെ ഫർണിച്ചറാണെങ്കിലും അലമാറ കട്ടിൽ എല്ലാതും സെയിം തന്നെയാണ് കേട്ടോ. റൂം രണ്ടും ഒരേപോലെ തന്നെയാണ് കാണാനുള്ളത്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെത്തിയിട്ടുള്ളത്. റൂമിൻ്റെ ഒക്കെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇവർ വന്ന് എളാമയും ഉമ്മയും ഉമ്മാൻ്റെ കയ്യിൽ ബേബി ഉണ്ട്. അപ്പോൾ ബേബിനെ കിടത്താനായിട്ട് ഇതാ റൂമിൽ കിടത്തുന്നതാണ്. പിന്നെ ബാക്കിലായിട്ട് ഇതാ വല്യമ്മ മൂത്തമ്മ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ബാക്കിലായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അതേ അവസ്ഥ തന്നെ കുറേ സാധനങ്ങളും ഇതൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. എളാമാൻ്റെതും ബേബിൻ്റെതൊക്കെ ആയിട്ട് താഴ്ന്നത് കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈമിലായിട്ട് ഇവർക്കുണ്ടായിരുന്ന പരിപാടി വ്ളോഗ് അങ്ങനെ എല്ലാവരും കൂടി കൂടിയപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ അതേപോലെ തന്നെ ആയിരുന്നു. വല്യമ്മ കൂടി വന്നപ്പെട്ടോ. വല്യമ്മ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മൂത്തമ്മക്ക് പിന്നെ അതിന് മുന്നേ വന്നിരുന്നു മറ്റേ റൂമിലായ ടൈമിൽ. വല്യമ്മ ജോയിനെ കണ്ടിട്ടും കുറേ ആയിട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരു ടൈമിൽ കണ്ടതാണ്. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ കണ്ടതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായപ്പോൾ വല്യമ്മ ഇങ്ങനെ ജോയിനെ എടുത്തിട്ട് കളിപ്പിക്കലാണ്. കുറേ ആയി കണ്ടതിന് ശേഷം വന്ന മാറ്റങ്ങളും ഇതൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ ഇതാ മൂത്തമ്മ എടുക്കുന്നുണ്ട്. മൂത്തമ്മ എടുത്തിട്ട് ഇങ്ങനെ ജോയിനെ കുറേ നേരം എടുത്ത് കളിപ്പിക്കുന്നൊക്കെയാണ്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഒരു റൂമിൽ മുമ്പ് വന്ന റൂമിനേക്കാളും ഹോളൊക്കെ നല്ല സൗകര്യമുണ്ട്. സോഫൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വന്നിരുന്നത് ടി വി ഒക്കെ കാണാനൊക്കെ നല്ലൊരു സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജോയിനായിട്ട് വന്നിരുന്ന് കുറച്ച് ടൈം അങ്ങനെ വിശാലമായിട്ടിരുന്ന് ടി വി ഒക്കെ കണ്ട് കുട്ടികളോട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ
എല്ലാവരും കൂടി ഇതാ കുറേ നേരം നല്ല രസമായിരുന്നു. എൻ്റെ ഇവിടുത്തെ കുറേ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അവരോട് പറയലും അതുപോലെ പിന്നെ എളാമാൻ്റെ കുറേ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിന് ശേഷം ഇതാ ഒരു 8:30 ആയതിന് ശേഷം മൂത്തമ്മക്ക് പോവാൻ കേട്ടോ. മൂത്തമ്മയും അനിയത്തിയും അനിയനും കൂടി പോവാണ്. അനിയനക്ക് മദ്രസൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ വല്യപ്പ മാത്രമേ ഉള്ളൂ അവിടെ വീട്ടിൽ. വല്യപ്പാൻ്റെ അടുത്തേക്ക് പോവാൻ കേട്ടോ അനിയത്തിയും അനിയനും കൂടി. മൂത്തമ്മാൻ്റെ കൂടെയാണ് പോകുന്നത്. താഴെ മൂത്താപ്പ വന്നിക്കണേ. അങ്ങനെ അവർ പോയി. അപ്പോൾ ഇവിടെ ഇനി ഇതാ ഉമ്മ, ഞാൻ, വല്യമ്മ, എളാമ്മ, കുട്ടികളുണ്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള എൻ്റെ വ്ളോഗിലൊക്കെ ഇതാ ഇവരും കൂടെ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഏതായാലും ഇവിടെ വെച്ചിട്ട് നിർത്താണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ, എല്ലാവരും കൂടി ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇതാ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കൂടെ നിങ്ങൾ ഫസ്റ്റ് ടൈമായി കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.